ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. ഇന്ന് നമ്മൾ നിർമ്മൽ വർമ്മ എഴുതിയ ബേർഡ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നോക്കുന്നത്. ഓക്കെ, MAG14 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, സോ എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും അത്. താങ്ക് യു. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഈ ബേർഡ്സ് എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഇമോഷണൽ സ്റ്റോറിയാണ്. ഓക്കെ, ഒരു ബിഗ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ലൗഡ് ഡ്രാമ ഒന്നുമുള്ള ഒരു സ്റ്റോറിയല്ല. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ലോൺലിനെസ് ആണ്. ഓക്കെ, മെമ്മറി, പീപ്പിൾ ഹു ആർ ഇമോഷണലി ടയേർഡ്, അങ്ങനെ ഒരു കഥയാണിത്. സോ ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോൾഡ് ഹിൽ സ്റ്റേഷനിലാണ്, മെയിൻലി ഇൻസൈഡ് എ ഗേൾസ് ഹോസ്റ്റൽ. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലതിക എന്ന് പറയുന്ന ഒരു വുമണാണ്. ഓക്കെ, ഷി വർക്ക് ദർ ആസ് എ വാർഡൻ ആൻഡ് അവർ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് വേറെ ഫാമിലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്ങോട്ടും പോകാനൊന്നുമില്ല. ഫുൾ ടൈം അവിടെ തന്നെയാണ് താമസിക്കുന്നത്. വെക്കേഷൻസ് വന്നാലും ഒന്നും എങ്ങും പോകാറൊന്നുമില്ല. ഷീ ഫോളോസ് എ സ്ട്രിക്റ്റ് റുട്ടീൻ ബട്ട് ഇൻസൈഡ് ഷീ കാരീസ് എ ഡീപ്പ് പേഴ്സണൽ ലോസ്. അതാണ് ഈ ഒരു കഥയുടെ എന്താ പറയുക, ഒരു തുടക്കം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾക്ക് ഹൗ ദ പാസ്റ്റ് കൺട്രോൾസ് ദ പ്രസൻറ്റ് ആൻഡ് വൈ സം പീപ്പിൾ റിമൈൻ സ്റ്റക്ക് ഇൻ മെമ്മറി, ആ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് റിമൈൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഈ ലതിക എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് വുമണാണ്. ഞാൻ പറഞ്ഞു, ഒരു കോൾഡ് ഹിൽ സ്റ്റേഷനിൽ ഒരു ഗേൾസ് ഹോസ്റ്റലിലെ വാർഡനാണ്. ഓക്കെ, അവരുടെ സ്ട്രിക്റ്റ് നേച്ചറിന് അവർ അവിടെ എല്ലാം ഭയങ്കര അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, വളരെ സ്ട്രിക്റ്റാണ്. ആരോടും അങ്ങനെ ചിരിക്കാറ് മിണ്ടാറ് ഫ്രണ്ട്ലി ആവാറൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ പേടിയുള്ളൊരു ടീച്ചർ കൂടിയാണ് ഈ ലതിക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അവർ ഒരു കയ്യിലൊരു ലാമ്പൊക്കെ പിടിച്ചിട്ട് ആ കോറിഡോറിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഈ ഗേൾസൊക്കെ അകത്തിങ്ങനെ ഭയങ്കര ചിരിയും കളിയും ബഹളങ്ങളൊക്കെ ആയിരിക്കും. അവരവരുടെ ഫുൾ സ്റ്റെപ്പ് ഇവർ വരുന്ന ആ ഒരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുമ്പോൾ തന്നെയും അതുപോലെ ഡോറിലെ മുട്ട കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്നെല്ലാം നിർത്തി വെച്ചിട്ട് എല്ലാവരും ഭയങ്കര ഫിയറിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ആ ഗേൾസ് എല്ലാം ഇവരെ നല്ല രീതിയിൽ അനുസരിക്കും. പക്ഷേ അവരെ സ്നേഹിക്കുന്നുണ്ടോ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, ഒരു ഭയമാണ്, ഭയവും ബഹുമാനവും ഉണ്ട്, പക്ഷേ സ്നേഹിക്കുന്നില്ല. ആരോടും അത്ര അധികം അടുക്കുന്ന ഒരു പ്രകൃതമല്ല ഈ ലതിക എന്ന് പറയുന്ന വാർഡനുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് കാണിച്ചു വരുന്നത് ലതിക ലിവ്സ് വിത്തൗട്ട് ഇമോഷണൽ ക്ലോസ്നെസ് ആണ്. ഓക്കെ, ഈവൻ ദോ ഷീ ഈസ് സറൗണ്ടഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ, ഷീ ഈസ് ലിവിങ് എ ഡിസ്റ്റൻറ്റ് ലൈഫ്. സോ ലതിക അവരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആൻഡ് വിൻ്റർ വെക്കേഷൻസ് ഒക്കെ ആയപ്പോൾ സ്ലോലി ഈ ഹോസ്റ്റലിലുള്ള കുട്ടികളൊക്കെ പതുക്കെ പോകാൻ തുടങ്ങി. ഹോസ്റ്റൽ എംപ്റ്റി ആവാൻ തുടങ്ങി. ഗേൾസ് അവരുടെ ട്രങ്ക്സൊക്കെ പാക്ക് ചെയ്ത് വളരെ എക്സൈറ്റ്മെൻറ്റിൽ പേരൻസിനെ കാണാൻ പോകുന്നതിനെയും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കുന്നു. അവിടെ പോയിട്ട് കഴിക്കാൻ പോകുന്ന ഫുഡിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ ലതിക ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവരിങ്ങനെ പറയുന്നത് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ അതിലൊന്നും എക്സൈറ്റ്മെൻറ്റിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ആൻഡ് അത് ബിക്കോസ് ഷീ ഹാസ് നോ ഹോം ടു റിട്ടേൺ ടു, നോ വൺ ഈസ് വെയിറ്റിംഗ് ഫോർ ഹർ. ഓക്കെ, ആ ഒരു ഹോസ്റ്റലിൽ തന്നെയാണ് ഇവരെല്ലാവരും പോയി കഴിഞ്ഞാലും ലതിക നിൽക്കുന്നത്. ആൻഡ് ആ ഹോസ്റ്റൽ അങ്ങനെ എംപ്റ്റി ആയി കഴിയുമ്പോൾ ഹെർ ലോൺലിനെസ് ബിക്കംസ് ഷാർപ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, അവരവരുടെ ആ ഒരു ടൈം കളയുന്നത് വളരെ മെക്കാനിക്കലി ഫങ്ഷൻ ചെയ്തുകൊണ്ടാണ്. പിന്നെയും രജിസ്റ്റർ ഇരിക്കുന്നതൊക്കെ എടുത്ത് ചെക്ക് ചെയ്തും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തും ഒക്കെ ആണ് അവരുടെ ടൈം പാസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ കണ്ണാടിയിലൊക്കെ നോക്കും. ഒരു എന്താ പറയുക, വാനിറ്റി അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഔട്ട് ഓഫ് ഒരു ഹാബിറ്റ് അവർ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സിസ്റ്റൻസിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നത് പോലെയാണ് അവർ വീണ്ടും ആ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്ന ആ ഒരു ഹാബിറ്റൊക്കെ കാണിക്കുന്നത്. ആൻഡ് സംടൈംസ് ഇങ്ങനെ ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കി ഇങ്ങനെ കുറേ നേരം അവർ സ്റ്റക്കായതുപോലെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ബേർഡ്സ് അതിലേക്കൂടി ഇങ്ങനെ പറന്നു പോകുന്നത് നോക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു ബേർഡ്സ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ സീസൺസിൻ്റെ ചേഞ്ച്, കാലങ്ങൾ അതായത് വർഷങ്ങൾ കടന്നു പോകുന്നതിനെ പറ്റിയിട്ടും അവരുടെ ഉള്ളിൽ അവർ തന്നെ കുഴിച്ചു മൂടിയ ഒരുപാട് ഓർമ്മകൾ പിന്നീട് വീണ്ടും പൊന്തി വരുന്നതായിട്ട് കാണിക്കുന്നു. എന്താണ് ആ ഓർമ്മകളെന്ന് വെച്ചാൽ, ലോങ് ബാക്ക് ലതിക ഒരു ക്യാപ്റ്റൻ ഗിരീഷ് നെഗി എന്ന് പറയുന്ന ഒരു ആർമി ഓഫീസറുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അവർ തമ്മിൽ വളരെ ഡീപ്പായിട്ട് ലവ് ചെയ്തിരുന്നു. ആൻഡ്
എന്താ പറയുന്നത്, ഗിരീഷ് അവിടെ നിന്ന് കുറച്ച് ടൈമൊക്കെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു തവണ ഇങ്ങനെ തിരിച്ച് പോകുന്ന ടൈമിൽ അവളോട് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത്. തിരിച്ച് വരാം, നമുക്ക് വിവാഹമൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവൾക്ക് പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ആർമിയിലേക്ക് തിരിച്ചു പോകുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി തിരിച്ച് മടങ്ങി വരില്ല. ഒരു കാശ്മീരിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫാക്റ്റ് പുള്ളി മരിച്ചുപോയി എന്നുള്ള കാര്യം അവൾക്ക് അറിയാമെങ്കിൽ പോലും ഷീ നെവർ ട്രൂലി അക്സെപ്റ്റഡ് ഇറ്റ്. ഓക്കെ, സോ ദ ലൈഫ് സ്റ്റോപ്പഡ് അറ്റ് ദ മൊമെൻറ്റ് ഓഫ് വെയിറ്റിംഗ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലതിക ഉള്ളത്. അവളിപ്പോഴും കാത്തിരിക്കുകയാണ് അയാൾ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ളത് അവൾക്ക് അറിയാം. ഡീപ്പ് അൺകോൺഷ്യസ് ആയിട്ട് അവൾക്ക് അറിയാം അയാൾ മരിച്ചുപോയി, ഇന്നൊരിക്കലും വരില്ല, ഇനി അങ്ങനെ ഒരു ലൈഫ് പോസിബിൾ അല്ല എന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരത്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നതും അദ്ദേഹം തിരിച്ചു വരുമെന്നും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകും എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലതിക മുന്നോട്ട് ജീവിക്കുന്നത്. ഓക്കെ, സോ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ലതിക അവിടെ ഹോസ്റ്റലിൽ ഒരു ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ അവളുടെ 2 പരിചയക്കാരായിട്ടുള്ള ഡോക്ടർ മുഖർജി, ഒരു ബർമീസ് ഇന്ത്യൻ ഡോക്ടറാണ്, ദെൻ മിസ്റ്റർ ഹ്യൂബർട്ട്, ഒരു ഫ്രാജൈലായിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മ്യൂസിക് ടീച്ചറാണ്. ഇവരുടെ 2 പേരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ആൻഡ് ആ ഒരു ടൈമിൽ വളരെ കോൾഡ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനൊക്കെ അല്ലേ, റൂമിനകത്ത് തന്നെ ഇരിക്കുന്നത് എപ്പോഴും പോസിബിൾ അല്ല, വളരെ സഫോക്കേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ആൻഡ് അവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ്, someone play Chopin's music softly increasing the sense of sadness എന്ന് കൊടുത്തിരിക്കുന്നു. ദൂരെ നിന്നൊരു ചോപ്പിൻസ് മ്യൂസിക്കൊക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് കേൾക്കാം. ദെൻ അവിടെ വെച്ചിട്ട് മുഖർജി പല കാര്യങ്ങളും സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഗിരീഷിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. സോ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ മുഖർജിക്ക് ആർമിയിൽ ഒക്കെ നല്ല ആൾക്കാരുമായിട്ട് കണക്ഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന് അവിടെ ഒരു സോഷ്യൽ ലൈഫ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഈ ഡോക്ടർ മുഖർജി എന്ന് പറയുന്നത്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം നമ്മളുടെ ലതിക ഈ ഒരു ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവളിപ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഈ ഒരു ഡോക്ടർ മുഖർജിക്ക് അറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ ആവണം മേ ബി വളരെ സോഫ്റ്റായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ കാംലി ഫാക്ച്വലി അദ്ദേഹം കൺഫേം ചെയ്യുകയാണ് ഗിരീഷ് ഡൈഡ് ഇൻ കാശ്മീർ എന്ന്. ഓക്കെ, സോ ഹിസ് വേർഡ്സ് ബ്രേക്ക് ലതികാസ് ലോങ് ഹെൽഡ് ഇമോഷണൽ സസ്പെൻഷൻ. വട്ട് ഷീ അവോയ്ഡഡ് ഹിയറിംഗ് ക്ലിയർലി ഈസ് ഫൈനലി സ്പോക്കൺ അലൗഡ്. ഓക്കെ, ആൻഡ് ആ ഒരു ഇത് കേൾക്കുന്ന ഉടനെ വളരെ വലിയ റിയാക്ഷനോ അല്ലെങ്കിൽ കരച്ചിൽ പൊട്ടിക്കരച്ചിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അവളത് കേൾക്കുകയാണ്. ഇമോഷണലി അതിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ അത് ഒരു ഫ്രീസായ ഒരു മൊമെൻറ്റിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് കേൾക്കുന്ന ഉടനെ ഹ്യൂബർട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കുറേ അധികം കുടിച്ചിട്ടുണ്ട്. ആൻഡ് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ പേടിച്ചിട്ട് ഈ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഒരു കുട്ടി ചോദിക്കുന്ന പോലെ, ഡോക്ടർ ആം ഐ ഗോയിങ് ടു ഡൈ, ഞാനും മരിച്ചു പോവോ, അങ്ങനത്തെ ഒരു സംഭവം ചോദിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോട്ട് അബൌട്ട് ഫിസിക്കൽ ഡെത്ത് അലോൺ. ഓക്കെ, ഫിസിക്കൽ ഡെത്തിനെ മാത്രമല്ല ചോദിക്കുന്നത് അവിടെ. ഇയാളുടെ ചോദ്യം, നമ്മളുടെ ഈ എന്താ പറയുക, ഹ്യൂബർട്ടിൻ്റെ ചോദ്യം അവളുടെ ആ ഒരു ഫിയറിനെയും മീനിങ്ലെസ്നെയും ഒക്കെ എല്ലാവരാലും മറന്നുപോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ആരും ഇല്ലാതെ ജീവിക്കുന്ന അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയറിനെയും കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് പോലെയായിരുന്നു ഹ്യൂബർട്ടിൻ്റെ ആ ഒരു ചോദ്യം. ഓക്കെ, സോ ലതികയിൽ ഇതെല്ലാം ഇങ്ങനെ സൈലൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ കരഞ്ഞില്ല. അവളുടെ പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റേർണലാണ്, വളരെ ഡീപ്പായിട്ടുള്ള കാര്യമാണ്, കൺട്രോൾഡാണ്. ഓക്കെ, സോ അവർ 3 പേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു. ആൻഡ് സമയം കഴിഞ്ഞു, സ്മോൾ ടോക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഈവനിങ് അവിടെ കഴിഞ്ഞു പോകുകയാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ലതികയുടെ കയ്യിൽ ഒരു കത്ത് കിട്ടുകയാണ്. ജോലി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ആരോ എഴുതിയതാണ്. അതിലൊരു ആർമിയുടെ സ്റ്റാമ്പൊക്കെ ഉണ്ടാകും, ഒരു ലവ് ലെറ്ററാണ്. ആൻഡ് അത് കാണുന്നതോടുകൂടി ഈ ലതിക വളരെ ഷോക്കിലാകും. ആൻഡ് ഭയങ്കര ദേഷ്യം തോന്നും. അവളെ എന്താ പറയുക, ജൂലിനെ പിടിച്ച് ചോദ്യം ചെയ്യണം അങ്ങനെയൊക്കെ ആദ്യം മനസ്സിലേക്ക് വരുമെങ്കിലും ഷീ എന്താ പറയുന്നത്, അതിൽ ആക്ട് ചെയ്യില്ല. അങ്ങനെ തോന്നുന്ന തോട്ട്സിലൊന്നും ആക്ട് ചെയ്യില്ല. ആൻഡ് ആ ഒരു ലെറ്റർ ഒരു എന്താ പറയുക, ഇറ്റ് റീഓപ്പൺസ് ഹെർ ഓൺ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഷീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജൂലി ഈസ് വാക്കിംഗ് ദ സെയിം ഇമോഷണൽ പാത്ത് ഷീ വൺസ് വാക്ക്ഡ് എന്ന്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ആ ജൂലിനെ കൺഫ്രോണ്ടിങ് ചെയ്യുന്നതിന് പകരം ലതിക ആ ഒരു ലെറ്റർ ആ ഒരു കുട്ടിയുടെ പില്ലോൻ്റെ അടിയിലേക്ക് തിരിച്ചു വെക്കും. ആൻഡ് ഈ ഒരു ആക്ട്, ഈ ഒരു സൈലൻസ് ഷോ ചെയ്യുന്നത് ഹൗ ലതിക ഈസ് മെച്യൂർഡ് ആൻഡ് ഹൗ ഷീ ഹാസ് എമ്പത്തി ഈവൻ ദോ ഷീ ഈസ് എന്താ പറയുക വളരെ സ്ട്രോങ്ങർ ആണ് ഔട്ട് സൈഡിൽ, അല്ലെങ്കിൽ റഫാണ് ഔട്ട് സൈഡിലെങ്കിലും. ആൻഡ് ലതിക നോസ് ദ ലവ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ റൂൾസ് ഒന്നുമല്ലേ. അവരെത്ര കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊന്നും നിൽക്കുന്നൊരു കാര്യമല്ല ലവ്. ആൻഡ് ഫോർ ഈച്ച് ഓഫ് ദം, എല്ലാവർക്കും
എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടേതായ തെറ്റുകൾ അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്തെന്നോ ഉപദേശിച്ചെന്നോ ഒന്നും വിചാരിച്ച് ആരുടെയും വിധി മാറ്റി എഴുതാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം അവളുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫേറ്റ് അവൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ലതിക തീരുമാനിക്കുകയാണ്. ആൻഡ് അത് കഴിയുമ്പോഴത്തേക്ക് ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങുകയാണ്. ഹോസ്റ്റൽ എംപ്റ്റി ആയി, കുട്ടികളൊക്കെ പോയി, ലോഫ്റ്റർ കാര്യങ്ങളൊക്കെ ഡിസപ്പിയർ ആയി. ആൻഡ് അവിടുത്തെ വാച്ച്മാൻ കരീമുദ്ദീൻ ഒരു സാഡ് മ്യൂസിക് അയാളുടെ മൗത്ത് ഓർഗൻ വെച്ചിട്ടിങ്ങനെ വായിക്കുന്ന ആ ഒരു സീനിലേക്കൊക്കെ ഇങ്ങനെ കാണിക്കും. പക്ഷേ ആ ഒരു കുട്ടികളെല്ലാം അവിടെ നിന്ന് പോയെങ്കിലും അവരുടെ ഹെയർ ഓയിലിൻ്റെ മണം ആൻഡ് അവരുടെ ആ ഒരു തമാശകളുടെ എക്കോ അതൊക്കെ ഇപ്പോഴും അവിടെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കും. ലതിക ആ ഒരു ലാസ്റ്റ് ബസ് പോകുന്നതും ഇങ്ങനെ നോക്കി നിൽക്കും, വളരെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും. ആൻഡ് ആ ഒരു സമയത്ത് അവളുടെ ചുറ്റുമുള്ള ആ ഒരു മഞ്ഞിന്, ആ ഒരു ഫോഗിന് വളരെ ഹെവിനെസ് ഫീൽ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീൻ എന്ന് പറയുന്നത്. ആ ഒരു ബസ് പോകുന്നത് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ ചെയ്യുന്നതാണ്. ഓക്കെ, സോ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന ലതികയുടെ ഒരുപാട് അപ്രോച്ചസിന് വ്യത്യാസം വന്നു എന്ന് കാണിക്കുന്ന ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫൈനൽ സീൻ ലതിക സ്റ്റാൻഡ്സ് അലോൺ ഇൻ ദ പ്ലേസ് വേർ ഷീ വൺസ് സ്കോൾഡഡ് നോയ്സി ഗേൾസ്. ഓക്കെ, നേരത്തെ അവൾ കളിതമാശകൾ പറഞ്ഞിട്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന കുട്ടികളെ വഴക്ക് പറഞ്ഞ അതേ സെയിം പ്ലേസിൽ ഇപ്പോൾ അവളിങ്ങനെ വളരെ സൈലൻ്റായിട്ട് അവർ പോകുന്നതും നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന്. സോ ബേർഡ്സ് ഫ്ലൈ അക്രോസ് ദ സ്കൈ. അപ്പോഴും ആ ഒരു ദേശാടന പക്ഷികൾ അവളുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രീം അവളുടെ അടുത്ത്, ആ ഒരു ഹോസ്റ്റലിനടുത്ത് ഒരു സ്ട്രീം വളരെ സോഫ്റ്റായിട്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി വളരെ ക്വയറ്റായിട്ടാണ് എൻഡ് ചെയ്യുന്നത്, ടെല്ലിങ് us that ലതിക നൗ ഫുള്ളി ഓൺസ് വാട്ട് ലൈഫ് ഹാസ് ഗിവൺ ഹർ, സോൾട്ടിറ്റ്യൂഡ്, മെമ്മറി ആൻഡ് സൈലൻസ്. അവൾക്ക് ജീവിതം കൊടുത്ത 3 കാര്യങ്ങളാണതല്ലേ. ആൻഡ് അതിനെ അവൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവളുടെ ആ ഒരു കറേജ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തീരുമാനം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ലവറിൻ്റെ ഡെത്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എലോൺനെസ്സിൽ ജീവിക്കാനുള്ള അവളുടെ ആ ഒരു തീരുമാനത്തിലാണ്. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവളുടെ മുന്നിൽ വേറെ പല ചോയ്സുകളുണ്ടെങ്കിലും അതൊന്നും അവൾ മുന്നോട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് വായിക്കുന്നവർക്കൊരു ഫീല് കിട്ടും, ലൈക്ക് ആ ഒരു ഡെത്ത് അവൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ലൈഫ് അവളുടെ മുന്നിലേക്ക് ത്രോ ചെയ്യുന്ന എല്ലാ എന്താ പറയുക കഷ്ടതകളെയും സഫറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനകത്ത് നേരിടാൻ അവൾ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓരോ റീഡറിനും അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഈ സ്റ്റോറിയിൽ ബേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ സ്റ്റോറിയിൽ ബേർഡ്സ് ആർ ഫ്രീ അല്ലേ, ദേ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ദേ ഫ്ലൈ അക്കോർഡിംഗ് ടു സീസൺസ് ആൻഡ് നെവർ സ്റ്റേ സ്റ്റക്ക് ഇൻ വൺ പ്ലേസ്. ബട്ട് നമ്മളുടെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ലൈക്ക് ദ മെയിൻ ക്യാരക്ടർ ലതിക, she is emotionally trapped there. Okay, her body lives in the present but her mind lives in the past. She cannot move forward from her last love and unlike birds she cannot leave, fly or begin again. വേണമെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ പോലും ഇമോഷണൽ സ്റ്റേറ്റ് കാരണം അവൾ ഒരിടത്ത് തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ബേർഡ്സും എന്താ പറയുന്നത്, ലതികേനെ നമ്മളുടെ ഓർമ്മപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ലൈക്ക് ചേഞ്ച് ഓഫ് ടൈം, ചേഞ്ച് ആൻഡ് ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ടൈം എന്നും പറയാം. ഓക്കെ, സീസൺസ് മാറുന്നു, ബേർഡ്സ് പിന്നെയും വരികയും പോകുകയും അവരുടെ ദേശാടനങ്ങൾ നടക്കുന്നു. പക്ഷേ ലതികാസ് ലൈഫ് റിമൈൻസ് ദ സെയിം എന്ന്. ദിസ് കോൺട്രാസ്റ്റ് മേക്ക് ഹർ ലോൺലിനെസ് ഡീപ്പർ. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു തോട്ട് തന്നെ അവളുടെ ആ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിനെ കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബേർഡ്സ് എന്ന് പറയുന്നത് ഓൾസോ റെപ്രസെൻറ്റ് യൂത്ത് ആൻഡ് ന്യൂ ബിഗിനിങ്സ് എന്നാണല്ലേ. ഗേൾസ് ലൈക്ക് ജോലീസിനെയാണ് ബേർഡ്സ് ഓൾസോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹോപ്പ്ഫുൾ ആണ്, അവർ മൂവിങ് ഫോർവേഡ്സ് ടുവേർഡ്സ് ലവ് ആണ്. ആൻഡ് ലതിക വാച്ചസ് ദം ബട്ട് ഷീ ഹെർസെൽഫ് റിമൈൻ സ്റ്റിൽ. ആൻഡ് ഈ ഒരു സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അതുകൂടി ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് ബേർഡ്സ്. MEG14 സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ ടൈം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. ഓൾസോ എംപ്റ്റി ചെസ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റന്നാളാണ് എക്സാം. സോ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, കുറേ ആൾക്കാർ എന്താ പറയുക കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹെൽപ്പ് മീ. So thank you for watching the video.